നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. റോഡിലെ തർക്കങ്ങൾ അക്രമത്തിലും കൊലപാതകത്തിലും കലാശിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പല ദിവസങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ കൊച്ചിയിലാണ് ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയത്. വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനെ തുടർന്നുണ്ടായ തർക്കത്തിലാണ് കൊച്ചിയിൽ ഓട്ടോ ഡ്രൈവർ മർദ്ദനമേറ്റ് മരിച്ചത്. ഇടക്കൊച്ചി സ്വദേശി ജോയിയാണ് കൊല്ലപ്പെട്ടത്. തർക്കത്തിനിടെ ജോയിയെ തള്ളിയിടുകയായിരുന്നു. സംഭവത്തിൽ ഒരാൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. നവമി ദിനേശ് ചേരുന്നു കൊച്ചിയിൽ നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. നവമി, ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പല ദിവസങ്ങളിലും കേൾക്കാൻ കഴിയും. വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനെ ചൊല്ലിയുണ്ടാകുന്ന തർക്കം അക്രമത്തിൽ, കൊലപാതകത്തിൽ കലാശിക്കുന്ന സംഭവങ്ങൾ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് മലയാളി മാറുന്നു. അതായത് മുൻപൊന്നും കേൾക്കാത്ത രീതിയിലുള്ള സംഭവങ്ങളാണ്, വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിസ്സാര കാരണങ്ങളുടെ പേരിൽ കൊലപാതകം സംഭവിക്കുന്നു, അതും പൊതുനിരത്തിൽ. എന്താണ് ഈ കൊച്ചിയിൽ സംഭവിച്ചത്? എന്നായിരുന്നു ഈ സംഭവം? മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ ഓട്ടോ ഡ്രൈവർ ചികിത്സയിലിരിക്കെയാണ് മരിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ എന്നാണ് ഈ അക്രമ സംഭവം ഉണ്ടായത്? ടോമി, നിരത്തുകളിൽ കൂടി ഉണ്ടാകുന്ന അപകടങ്ങൾ, അത് ഇത്തരത്തിൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്ന ഒരു സംഭവം, അത് ചിലപ്പോൾ ഓവർടേക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാകാം, അല്ലെങ്കിൽ ഓവർ സ്പീഡുമായി ബന്ധപ്പെട്ടതാകാം. ഇതൊക്കെ ഒരു നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നഷ്ടമാകുന്നത് ഒരു കുടുംബത്തിലെ ഗൃഹനാഥനെയോ മകനെയോ മകളെയോ അങ്ങനെ വളരെ ദുഃഖിപ്പിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇത് അടിക്കടി ഉണ്ടാകുന്നു എന്നുള്ളത് വേദനിപ്പിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. ഈ സംഭവം ഉണ്ടായത് മെയ് 4-ാം തീയതിയാണ്. വൈകുന്നേരം 3:30 സംഭവം ഉണ്ടാകുന്നത്. ക്ഷമിക്കണം. ഇടപ്പള്ളി പൊതുശ്മശാനം, ഇടക്കൊച്ചി പൊതുശ്മശാനത്തിന് സമീപമുള്ള റോഡിലായിരുന്നു ഈ സംഭവം നടക്കുന്നത്. ജോയി ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഈ ഓട്ടോയെ ഓവർടേക്ക് ചെയ്തു വന്നിരുന്ന ഇരുചക്ര വാഹനക്കാരനായ വിമലിനെ ഓവർടേക്ക് ചെയ്യാൻ ജോയി സ്ഥലം കൊടുത്തില്ല എന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കമായിരുന്നു. ഈ ഓവർടേക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട് കുറച്ച് മുന്നിലേക്ക് കടന്നിട്ടും ഈ ജോയിയുടെ ഓട്ടോയെ ഓവർടേക്ക് ചെയ്യുന്നു. ഇരുചക്ര വാഹനത്തിൽ വന്ന വിമൽ ഓവർടേക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവർ തമ്മിലൊരു തർക്കമുണ്ടാകുന്നു. ഈ തർക്കത്തിനൊടുവിൽ ജോയിയെ വിമൽ തള്ളുന്നു. ഈ ഓട്ടോയിലുണ്ടായിരുന്ന ജോയിയാണ് പുറത്തേക്ക് തള്ളിയിടുന്നത്. ഈ തള്ളിയിടുന്ന സമയത്ത് വീഴുന്ന സമയത്ത് സ്ലാബിൽ തലയിടിച്ച് ജോയിയുടെ ബോധം പോകുന്നു. ഇത് കാണുന്ന വിമല് പെട്ടെന്ന് തന്നെ അടുത്തുള്ളൊരു വീട്ടിലേക്ക് ജോയിയെ കൊണ്ട് കിടത്തുകയും അതിനുശേഷം ജോയിയുടെ ഒരു ബന്ധുവിനോട് ഈ വിവരം വിളിച്ച് പറയുകയും ചെയ്തു. പക്ഷേ വിമൽ വിളിച്ചു പറഞ്ഞത് മദ്യപിച്ച് ബോധരഹിതനായി വഴിയിൽ കണ്ടിരുന്ന ജോയിയെ താൻ ഈ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ ബന്ധുവിനെ വിവരം അറിയിക്കുന്നത്. ഈ ജോയിയും വിമലും പരിചയക്കാരു കൂടിയാണ്. ആ വഴിയാണ് ജോയിയുടെ ബന്ധുവിനെ ഈ കാര്യം അറിയിക്കുന്നത്. അതിനുശേഷം വിമല് സ്ഥലം വിട്ടു പോവുകയും ചെയ്തു. ഈ സംഭവം നടന്ന് പിന്നീട് ജോയിയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ബന്ധുക്കൾ വന്ന് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. രാത്രി 9 മണി ആയപ്പോഴേക്കും ജോയിയുടെ ശാരീരികമായി ചില അസ്വസ്ഥതകൾ കൂടി വരുന്നതായി ബന്ധുക്കൾക്ക് മനസ്സിലാക്കുകയും ഉടൻ തന്നെ എറണാകുളത്തെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ആശുപത്രിയിലെത്തി ഐസിയുവിൽ പ്രവേശിപ്പിച്ചു. ചികിത്സയിൽ തന്നെ ഡോക്ടർമാർക്ക് അസ്വാഭാവികമായിട്ടുള്ള കാര്യം മനസ്സിലായി. ഇത്തരത്തിൽ തലയ്ക്ക് അടിയേറ്റിട്ടാണ്, തലയ്ക്ക് പറ്റിയ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഇത്തരത്തിലൊരു വലിയ ഒരു ആരോഗ്യാവസ്ഥ മോശമാകാൻ കാരണമെന്ന് പറയുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് ഐസിയുയിലേക്ക് പ്രവേശിപ്പിച്ചത്. ഇന്ന് രാവിലെ ആയപ്പോഴാണ് ജോയിയുടെ മരണവിവരം അറിയുന്നത്. ഇന്ന് രാവിലെയാണ് ജോയി മരണപ്പെട്ടു എന്ന് ആശുപത്രിയിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം ഈ ജോയിയുടെ ഭാര്യ ഈ സംഭവം ഈ ഡോക്ടർമാർ പറഞ്ഞിരുന്നു. സൂചിപ്പിച്ചതുപോലെ ഈ വിമൽ ജോയിയുടെ അയൽവാസിയായിട്ടുള്ള വിമൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇയാൾക്കെതിരെ കൊലപാതക കുറ്റമടക്കം ചുമത്തി പോലീസ് കേസെടുത്തിരിക്കുമല്ലോ. ഇയാളുടെ ഒരു പശ്ചാത്തലം എന്താണ്? ഈ വിമലിന്റെ ഒരു പശ്ചാത്തലം ഇത്തരം ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണോ? ഈ രീതിയിൽ യാതൊരു നിസ്സാര ഒരു കാരണത്തിന്റെ പേരിൽ ഒരു മനുഷ്യനെ ഇതേ രീതിയിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തുക, അത് ബോധപൂർവം കൊലപ്പെടുത്തുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യം? ടോം,
വിമലിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. പക്ഷെ അങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയല്ല വിമൽ. വിമലും ഈ ജോയും പരിചയക്കാരു കൂടിയാണ്. പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തെ തുടർന്നാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതെന്നുള്ള ഒരു കുറ്റസമ്മതം വിമൽ പോലീസിനോട് നടത്തിയിട്ടുണ്ട്. ഇത് അപ്രതീക്ഷിതമായി ഇത്തരത്തിൽ ഓവർടേക്ക് ചെയ്തത് സമ്മതിക്കാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിൽ വണ്ടി നിർത്തി ജോയിയുമായി തർക്കത്തിലായത്. ആ തർക്കത്തിൽ ആ ഒരു ദേഷ്യത്തിന് പുറത്താണ് ജോയിയെ തള്ളിയിടുന്നതും ജോയി തലയിടിച്ച് വീഴുന്നതും വിമൽ കാണുന്നത്. പിന്നീട് പെട്ടെന്ന് ആരും സമീപ പ്രദേശത്തൊന്നും ഇതാരും സംഭവം കാണാത്തത് കൊണ്ടാണ് പെട്ടെന്ന് ഒരു കള്ളം പറഞ്ഞ് ജോയിയെ അടുത്തുള്ള ഒരു വീട്ടിലേക്ക് ആക്കിയതിനു ശേഷം ജോയിയുടെ ബന്ധുവിനെ വിവരം വിളിച്ചറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ജോയിയെ വിമൽ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തിയല്ല. ആ പ്രദേശത്ത് ഇടക്കൊച്ചി സ്വദേശി തന്നെയാണ് വിമലും. ഈ ജോയിയും വിമലും പരിചയക്കാരാണെന്ന് കൂടി പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ടോം, നവമി, ഇപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ഇതിനു മുൻപ് സ്പോട്ട് ലൈവ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ രീതിയിൽ മലയാളികളുടെ ഒരു പ്രത്യേക മാനസികാവസ്ഥയെക്കുറിച്ച് നിസ്സാര കാരണങ്ങളുടെ പേരിൽ നട റോഡിൽ ഏറ്റുമുട്ടുക അല്ലെങ്കിൽ കൊലപാതകം നടത്തുക, അത്തരം സംഭവങ്ങൾ ഇപ്പോൾ പല ദിവസങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് ഒരു കൃത്യമായ നിർദ്ദേശം, നമ്മുടെ ഗതാഗത നിയമങ്ങളൊക്കെ പലരും പാലിക്കാത്തതൊക്കെയാണ് ഈ രീതിയിൽ അക്രമ സംഭവങ്ങളിലേക്ക് അല്ലെങ്കിൽ കൊലപാതകത്തിലേക്കൊക്കെ വഴിമാറുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്തും കോഴിക്കോട്ടും അടക്കം ഇതുപോലുള്ള സംഭവങ്ങൾ, റോഡിൽ അക്രമ സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതിൻ്റെയൊക്കെ കാരണം പരിശോധിച്ചാൽ പല സംഭവങ്ങളുടെയും പിന്നിൽ അത് ഈ വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമൊക്കെയാണ് ഈ രീതിയിൽ കൊലപാതകത്തിലൊക്കെ കലാശിക്കാനുള്ള കാരണമാകുന്നത്. നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ വീഴ്ചയല്ലേ ഇങ്ങനെ സാധാരണക്കാരായ ജനങ്ങൾ നിയമം കയ്യിലെടുക്കാനുള്ള കാരണമായി കരുതേണ്ടത്? നിയമ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണം, അത് തർക്കമില്ലാത്ത കാര്യമാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ഓരോ വ്യക്തികളുടെ ഒരു മാനസികാവസ്ഥ, അവർ കുറച്ചുകൂടി തനിക്കൊപ്പം, അതായത് ഒരാൾ ഓവർടേക്ക് ചെയ്തു പോയാൽ അല്ലെങ്കിൽ ഒരാൾ ഹോൺ അടിച്ചാൽ അല്ലെങ്കിൽ അമിത വേഗത്തിൽ പോയാലൊക്കെ പ്രകോപിതരാകുന്ന ആളുകളായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ റോഡിൽ ഇറങ്ങുമ്പോൾ തന്നെ വളരെ സൂക്ഷിച്ചൊക്കെയാണ്, കാൽനട യാത്രക്കാരായിക്കോട്ടെ, ഇരുചക്ര വാഹന യാത്രക്കാരായിക്കോട്ടെ, ആരായിക്കോട്ടെ, വളരെ ശ്രദ്ധയോടുകൂടി വേണം പോകാൻ. കാരണം അത്തരത്തിലാണ് ഇപ്പോൾ റോഡിൽ ഇറങ്ങിയാൽ കാണുന്ന കാഴ്ചകൾ. അമിത വേഗത്തിൽ പോകുന്നു, ഹോൺ അടിക്കുന്നു, ബസ്സുകളുടെ മരണപ്പാച്ചിൽ, ഇതെല്ലാം നഷ്ടമാകുന്നത് മനുഷ്യരുടെ ജീവനാണ്. നമ്മുടെ സ്വന്തം ആളുകൾ തന്നെ അല്ലെങ്കിൽ മനുഷ്യർ തന്നെയാണല്ലോ ഈ റോഡിൽ കൂടി വാഹനം ഓടിച്ചു പോകുന്നത്. അത് പലപ്പോഴും പലരും മറക്കുന്നുണ്ട്. പെട്ടെന്നുള്ളൊരു പ്രകോപനം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ടെൻഷനോ അല്ലെങ്കിൽ തന്നെ ഓവർടേക്ക് ചെയ്തു പോയതിന്റെ ഒരു ദേഷ്യമോ, ഇതൊക്കെ തന്നെയാണ് പലപ്പോഴും ആളുകളിലേക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അത് ഒരു ജീവൻ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് വരെ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മനുഷ്യൻ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിൽ ഓവർടേക്ക് ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ ഹോണടിച്ചിട്ട് നിർത്തുന്നില്ല, അമിതമായ വേഗതയിൽ പോകുന്നു, വാഹനം ഇടിച്ചിട്ട് നിർത്താതെ പോയാൽ പോലും ചേസ് ചെയ്ത് ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി പിന്നീട് ഇവരെ ആക്രമിക്കുകയും നിയമം കയ്യിലെടുക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നുണ്ട്. തീർച്ചയായും നമ്മുടെ നിയമ സംവിധാനം കർശനമാകണം. അതോടൊപ്പം തന്നെ ഗതാഗത നിയമങ്ങൾ കൂടി പാലിക്കാൻ, കുറച്ചുകൂടി കൃത്യമായി പാലിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. ഇല്ലെങ്കിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നമ്മുടെ റോഡുകളുടെ അവസ്ഥ നമുക്കറിയാം, ഇടറോഡുകളുടെ അവസ്ഥ നമുക്കറിയാം, വാഹനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനപ്പുറം സമയമില്ല. ഈ സമയമാണല്ലോ പലപ്പോഴും ഇത്തരത്തിൽ ഓരോ കാര്യങ്ങളിലേക്കൊക്കെ നയിക്കുന്നത്. ഇപ്പം പതിയെ പോകുന്ന ഒരു വണ്ടിയെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അയാൾ സൈഡ് കൊടുക്കുന്നില്ല. ഇതൊക്കെ പലപ്പോഴും മനുഷ്യരെ സംബന്ധിച്ച്, മനുഷ്യരാണ് ഇത്തരത്തിൽ ആളുകളെ ഇങ്ങനെ ഒരു മരണത്തിലേക്ക് വരെ കൊണ്ടെത്തിക്കുന്ന അല്ലെങ്കിൽ മർദ്ദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തിക്കുന്നത്. നിയമ സംവിധാനം ശക്തമാകണം. അതോടൊപ്പം തന്നെ കുറച്ചുകൂടി ഗതാഗത നിയമങ്ങൾ നമ്മൾ കർശനമായി പാലിക്കണം. എന്നാൽ മാത്രമേ ഇതൊക്കെ കൃത്യമായി തടയാൻ സാധിക്കുകയുള്ളൂ. അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ഓരോരുത്തരും വാഹനമെടുത്ത് നിരത്തിലിറങ്ങുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമായി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. വ്യക്തമാണ്. നവമി ദിനേശ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു പ്രത്യേക ഒരു മാനസികാവസ്ഥയിലേക്ക് മലയാളി മാറുന്നു എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെളിവാണ് ഇടക്കൊച്ചി സ്വദേശി ജോയിയുടെ
കൊലപാതകവും സൂചിപ്പിക്കുന്നത്. അതായത് വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ചെറിയൊരു തർക്കമാണ് ജോയിയെ അയൽവാസിയായിട്ടുള്ള വിമൽ കൊലപ്പെടുത്താനുള്ള കാരണം. ഇത്തരം സംഭവങ്ങൾ നിത്യേന ഇപ്പോൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അവിടെ ഞാനെന്നൊരു ഭാവം അല്ലെങ്കിൽ എനിക്ക് നിയമമൊന്നും ബാധകമല്ല, ഗതാഗത നിയമം പാലിക്കാത്തതടക്കം ഇവിടെ ഒരു കാരണമായി വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്.